എന്തായി? അവരിവിടെ നിന്ന് വല്ല വിവരവും കിട്ടിയോ? കിട്ടിയ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമോ? അതിന് നീ ഇങ്ങനെ ചാടി കടിക്കണ എന്തിനാ? തപ്പാവുന്ന നേരത്ത് മുച്ചൂടും തപ്പി. ഇനിയിപ്പൊ കുറ്റ്യാടി മടയിലും ചേളാരി ഭാഗത്തൊന്നും തപ്പണം. അതിലടക്ക് കൃഷ്ണകുട്ടി ഒന്ന് വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ? വിരല് ചെറുതായിട്ടൊന്ന് വിളിക്കുക, അത്രേ ഉള്ളൂ. ഈ ഇത്ര റെസ്റ്റ് എടുക്ക്, നമ്മള് പോയിട്ട് വരാം. നിങ്ങൾ 5-6 മടയിലേക്ക് വിട്ടോ. നിങ്ങൾ 4-5 തേവര മീൻപറമ്പിലേക്ക് പോയിക്കോ. നമ്മളൊന്ന് ചേളാരിയിലേക്ക് പോട്ടെ. ചേളാരി ഭാഗത്ത് നമ്മൾ സ്വന്തം CID-കളെ 1-2 പേരെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാലും ഒന്ന് പോയി കളയാ. മുങ്ങിക്കണത് പറഞ്ഞ വിത്തുകളാണേ. പിന്നെ എന്റെ ബലമായ സംശയം അവൻ അവിടെ തന്നെ കാണുന്ന മച്ചിന്റെ മുകളിലോ പത്തായപ്പുരയിലോ. അവിടൊക്കെ പോലീസ് അരിച്ചു പറിക്കതാ. അമ്മ നോക്കിക്കോ, അവൻ ഏത് മച്ചന്റെ മുകളിൽ പോയി ഒളിച്ചാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ല. നമ്മളിവിടെ ഉണ്ടെന്ന കാര്യം അവൻ അറിഞ്ഞു എന്നാ തോന്നണേ. അവൻ പൊതുവെ പറഞ്ഞതാ. മോനെ, പെണ്ണിന്റെ കല്യാണം അടുത്തടുത്ത് വരണം. അവനിനി അതിന്റെ ഇടയിൽ കയറി വല്ല കുഴപ്പമുണ്ടാക്കൂ? ഉണ്ടാക്കും. അവൻ അങ്ങനെ വല്ല നോക്കാനുണ്ടോ? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ അവൻ അമ്മൂന്റെ കല്യാണം മുടക്കും. ഞാൻ നിന്റെ കല്യാണം മുടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൊച്ചേട്ടൻ പറയണൊന്നും കാര്യാക്കണ്ട. വല്യേട്ടന്റെ മനസ്സ് എനിക്കറിയാം. ആ, തൽക്കാലം ഊണൊഴിച്ച് കിടന്നുറങ്ങാൻ നോക്കേ. നീ പോയിക്കോ. കറി കുഴപ്പമായി. നീ എന്ത് ചെയ്യാൻ പോവാ? ഓട് വിളിച്ചാൽ അവരെ മുമ്പിലല്ലേ ചാടണ്ടാവും. വാ, ഇനി എങ്ങോട്ട് പോ? നീ വന്നേ. ആ ദോശ കേറുമ്പോഴേ അയാൾ മരിച്ചിരുന്നു സാർ. മാളകുട്ടി, എന്റെ പൊന്നു മോനെ, എന്റെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ കൊണ്ടുപോകരുത്. എന്റെ മോനെ കൊണ്ടുപോകരുത്. എന്റെ മോനെ കൊണ്ടുപോകരുത്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറയുന്നു നമ്മുടെ മോനെ കൊണ്ടുപോകരുന്ന് പറ. അവൻ ആരെയും കൊന്നിട്ടില്ല. മോനെ, നിന്നെ ഇതിനാണോ ഞാൻ വളർത്തിയത്? എനിക്ക് വയ്യ മോനെ, കൊണ്ടുപോകരുത് മോനെ. എന്തായി കാണിക്കേ? എടി ഒന്നു കിട്ടവള്
നീ ഒന്നോർത്തോ? ഈ കൊലച്ചതിക്ക് നിന്നോട് പകരം വിട്ടാതെ കുഞ്ഞലക്ഷ്മി നീ മുടിക്കെട്ടില്ലടി. തൃപ്തിയായില്ലേ രണ്ടാൾക്കും? ഒരപേക്ഷയുണ്ട്, എല്ലാവരും കൂടെ എന്നെ ഒന്ന് കൊന്നുവരാമോ? എന്റെ ദൈവമേ. എന്തൊരു ഇരിപ്പാ മോളെ ഇത്. എഴുന്നേറ്റൊന്ന് വല്ലതും കഴിക്കേ. ശാപം കിട്ടിയ ജന്മം എന്റേത്. എന്തിനാ സ്വയം ശപിക്കണേ? ഞാൻ കാരണം മാധവൻകുട്ടിക്ക് ഇങ്ങനെ ഒരു വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കരുത്. മോൾ എഴുന്നേറ്റ് വാ. വാ മോളെ. എന്തിനാണ് ഇന്ന് മോങ്ങുന്നത്? നിന്റെ വല്ലൊരു ചത്തോ? എന്തൊരു ചങ്കുറ്റവൾക്ക്! ആരും അറിയാതെ കൊലപാതകം പിടിച്ച് മച്ചിലൊളിപ്പിക്കാൻ. വലിയേട്ടാരും കൊന്നിട്ടൊന്നുമില്ല. തൂണോട് തീർത്ത് വെച്ച് ചവിട്ടിയാൻ തരും. അവിടെ ഒരു വല്യേട്ടൻ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഇത്രയൊക്കെ ആയിട്ടും അവൾ അവന് വേണ്ടിയല്ല വക്കാലത്ത് പറയുന്നത്. നോക്കി, ഇനി മതി. നീ ഒന്ന് അപ്പുറത്തേക്ക് അങ്ങനെ പോ. ആ അമ്മ ഒറ്റയാളാ അവക്ക് 7 തരം മുഴുവൻ വെച്ചു കൊടുക്കുന്നത്. കൊഞ്ചിച്ചോ? മാഷൊന്നും കഴിക്കണില്ലേ? നിങ്ങളൊക്കെ കൂടി എനിക്കിത്തിരി വിഷം വാങ്ങിച്ചതാ. സന്തോഷത്തോടു കൂടി ഞാനത് കഴിക്കാം. കുറുപ്പാഷേ, ടീച്ചറെ. ആരാ? കുറുപ്പാഷില്ലേ? എന്താ? പിഷാരൻ മാഷാരും കൊന്നതല്ല, പിന്നെ ഹാർട്ട് അറ്റാക്കാ. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കത്തിയറിഞ്ഞത്. ഈശ്വര, എന്നിട്ട് എന്റെ മോനെ അവന്മാര് വിട്ടോ? വരണുണ്ട്, പ്രകടനായിട്ടാ. മോനെ മാധവൻകുട്ടിയെ പെറ്റു വളർത്തിയ ധീരമാതാവേ, ധീരതയോടെ ഇറ്റോളൂ ലക്ഷം ലക്ഷം പിന്നാലെ, ആ ധീരതയോടെ ഇറ്റോളൂ. തോൽക്കുകയില്ല, തോൽക്കുകയില്ല, സത്യമൊരിക്കലും തോൽക്കുകയില്ല. നിങ്ങൾ അങ്ങോട്ട് നീക്കോ, ഞാൻ അങ്ങോട്ടേക്കാം. തോൽക്കുകയില്ല, തോൽക്കുകയില്ല, സത്യമൊരിക്കലും തോൽക്കുകയില്ല. എന്റെ മോനെ നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചോടാ? ഇല്ലമ്മേ, പിന്നെ SI വെറുതെ ഒന്ന് വരട്ടി. ഈ ജാഥ എങ്ങട്ടാ പോണേ? വടക്കേ വീട്ടിലേക്കാ. ഞാനും വരുന്നുണ്ട്. അമ്മ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. അതല്ലടാ, അവളുടെ മുഖത്ത് നോക്കി എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. അയ്യേ, അമ്മ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. അമ്മ ഇപ്പൊ ആരാന്ന വിചാരം? ധീരമാതാവെന്നൊക്കെ വിളിക്കുന്ന കേട്ടില്ലേ? വീട്ടിലോട്ട് വന്നിട്ട് ഞാനും വരാം. ഇപ്പൊ ഞാൻ ജയിച്ചു. അക്കളി തീക്കളി സൂക്ഷിച്ചോ, അഗ്നിപർവ്വതം പുകയുന്നു, ഭൂചക്രവാളം ചോട്ടുന്നു, മൃത്യുവിന്റെ ഗുഹയിൽ നിന്നും രക്തപുഷ്പം വീഴുന്നു. കള്ളസാക്ഷിയെ സൂക്ഷിച്ചോ, കാമാലികരെ സൂക്ഷിച്ചോ, കള്ളസാക്ഷിയെ സൂക്ഷിച്ചോ, കാമാലികരെ സൂക്ഷിച്ചോ, കാമാലികരെ സൂക്ഷിച്ചോ. കള്ളസാക്ഷി മതി മതി മതി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമവാക്യം നമ്മളിലൂടെ ഈശ്വരൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരു പ്രതികാരത്തിന്റെ ഭാഷ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്
ഈ പ്രകടനം അവസാനിപ്പിച്ചതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും കൈയടിച്ച് എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോയെ. വൈകുന്നേരം നമുക്ക് വിശദമായി കാണാം. ഒന്ന് രണ്ടാളും കൂടി വിളിച്ചൂടേനോ? എന്നാൽ തന്നെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പെയിന്റ് അടിക്കാനൊക്കെ. ആ ടീച്ചർ എങ്ങട്ടാ ഈ വഴിക്ക്? എന്താ എനിക്ക് ഈ വഴിക്ക് വന്നൂടെ? വല്ല വിലക്കും ഉണ്ടോ? അല്ല അതുകൊണ്ടല്ല, പതിവില്ലാണ്ട് പോണോണ്ട് ചോദിച്ചാ. ടീച്ചർക്ക് എന്നോട് വിരോധം തോന്നരുത്. വീട് വൈറ്റ് വാഷ് ചെയ്യാൻ ആൾ ഏർപ്പാടാക്കണമെന്ന് കുറുപ്പ് മാഷ് പറഞ്ഞ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നമ്മൾ അമ്മുക്കുട്ടിന്റെ കല്യാണല്ലേ, പോവാ. ആ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഗോപാല, ഇത്തിരി അമർത്തി അടിക്കണോണ്ട് ചുമരിന് വേദന ഒന്നും എടുക്കില്ലടോ. വന്നേ, ആ, ദാ ഇവിടുന്ന് തൊട്ട് ആ. ഇവിടം വരെ മതി പന്തല്. ആവോ, അത് വല്ലാതെ ചെറുതായി പോയി. അത്രയും മതി. വീട്ടിലേക്ക് അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ആ. ബാക്കിയുള്ളവര് മൂന്നും മണ്ഡപത്തിലേക്കല്ലേ വരിക. എന്നാലും അത് പിന്നെ ആ ചായ വന്നല്ലോ. ദേ, കുടിമോനെ ചായ. തട്ടാന്റെ അടുത്ത് പോണ കാര്യം തട്ടാന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞില്ലേ? ഈ തട്ടാന്ന് പറഞ്ഞു. മാഷ ചായ. പറഞ്ഞു. എനിക്ക് വേണ്ട. ഒരു ചായ കുടിക്കും മാഷ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഇതാരൻ? ആ ഇതാരായി വരണേ? ഈ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ അകത്തിരിക്കാം. ഇരിക്കാൻ വന്നതല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതാ. മാഷിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ? മറ്റൊരാളുമായി ബന്ധമുള്ള പെണ്ണിനെ ഞങ്ങളുടെ ചെക്കന് വേണ്ട. അനാവശ്യം പറയരുത്. അവർക്ക് അങ്ങനെ ആരും ബന്ധമൊന്നുമില്ല. ഒരു ബന്ധമില്ലാഞ്ഞിട്ടാ ഓട്ടോറിക്ഷക്കാരനെ മറ്റന്റെ മുകളിൽ ഒളിപ്പിച്ചത്. അവൻ എന്റെ മകൻ മാധവൻകുട്ടിയുടെ കൂട്ടുകാരനാ, അല്ലാതെ വേണ്ട മാഷെ, ഈ ബന്ധം ശരിയാവില്ല. നിങ്ങൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. അങ്ങനെ വേറെ ആരും അല്ല പറഞ്ഞത്, മാഷിന്റെ ഭാര്യ തന്നെ, കുഞ്ഞലക്ഷ്മി ടീച്ചർ. എന്റെ ഭഗവതി, അത് ശരിയല്ലാന്ന് ഞാൻ പറയണു. എന്നെ നിങ്ങൾക്ക് വിശ്വാസല്ലേ? മാഷേ, ഒന്നുമില്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയൂ? ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം ഉള്ളതുകൊണ്ട് ഞങ്ങള് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുക. അമ്മ എന്തൊക്കെയാ ചെയ്യുന്നത്? മടലും കൊതുമ്പും ഒക്കെ പിന്നെ നീ പെറുക്കി കൂട്ടുവോ? മടല് പിറക്കണ കാര്യമല്ല, അമ്മുവിന്റെ കല്യാണം മുടങ്ങി അതിന്റെ നാണക്കേട് മുല്ലേത്തെ തറവാടനും കൂടിയാ. അത് അമ്മ മറന്നു. പോടാ അവിടുന്ന്. ഞാനൊന്നും മറന്നിട്ടില്ലടാ. നിന്നെ ആ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചിറക്കിക്കൊണ്ട് പോയപ്പോ ഈ തറവാട്ട് മഹിമയൊന്നും അവൾ ഓർത്തില്ലല്ലോ. ഓർത്തോ? അമ്മ പറയുന്നതിൽ വളരെയധികം കാര്യമുണ്ട്. അവൾ എന്ത് തെറ്റ് ചെയ്തു? അതും ശരിയാ. എങ്ങോട്ട് പോണോന്നറിയാതെ പേടിച്ചോടി നടന്നപ്പോ ഒളിക്കാനൊരിടം തന്നെ അമ്മുക്കുട്ടിയാ. ഓ, ഒളിപ്പിച്ചു ഇത്രേ. നിനക്കൊക്കെ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. പാവത്തം കാണിച്ച കെണിയിലാക്കി ഒറ്റയെടുക്കായിരുന്നു അവള്. അവൾ ഒരിക്കലും ചെയ്യില്ല. നിനക്കുറപ്പുണ്ടോ? എനിക്കുറപ്പുണ്ട്. അമ്മുക്കുട്ടി ഒരു പാവമാണ്. ആ കുട്ടിയുടെ ഭാവി തകർക്കുന്നത് കഷ്ടമാണമ്മേ. അവളുടെ ഭാവി തീരുമാനിക്കാൻ നീ ആരാടാ? ഞാനാരുമല്ല. എന്നാലും അമ്മുക്കുട്ടി, മാധവൻകുട്ടി, അമ്മ, ഞാന്, നമ്മുടെ ബന്ധം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. എന്റെ മനസ്സ് നോച്ചോരെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. വാശിയും വൈരാഗ്യമുള്ള തറവാട്ടിൽ തന്നെയാ ഞാൻ ജനിച്ചത്. ഇങ്ങനെ വാശി പിടിക്കരുത്. അമ്മ ആ ചെറുക്കൻ വീട്ടുകാരോടൊന്ന് പറയണം. എന്തിന്? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. അവൾ ഒരു പാവമാണെന്ന്. അയ്യടാ, എന്റെ പട്ടി പറയും. അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കല്യാണം നടക്കും. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കാതിരുന്നാൽ അവളുടെ സ്ഥിതി എന്താകുമെന്ന് ഞാൻ പറയണ്ടല്ലോ. മാത്രമല്ല, 2 കല്യാണങ്ങളും ഒരേ മണ്ഡപത്തിൽ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചിട്ട് ഒരുമിച്ച് ചെന്നില്ലെങ്കിൽ എന്താ? മണ്ഡപത്തിൽ കേട്ടില്ലേ? കേറ്റായികയൊന്നുമില്ല. എന്നാലും അമ്മുക്കുട്ടിയുടെ കല്യാണം മുടങ്ങുകയും മാധവൻകുട്ടിയുടെ കല്യാണം നടക്കുകയും ചെയ്യാന്ന് പറയുമ്പോ ഒരു ആങ്ങളെ എന്ന നിലയ്ക്ക് ഇവന്റെ മനസ്സ് അതിനെ അനുവദിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക്. ഇവന്റെ മനസ്സ് തീരുമാനിക്കുന്നത് നീയാണോ? ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞതാ. ഈ കാര്യത്തിൽ ആർക്കും ഒരു ഫീലിങ്സും വേണ്ട. അമ്മേ, ഞാൻ പറയുന്നത് ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ, മേലാൽ ഈ കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. പറഞ്ഞേക്കാം. എന്തൊരു ഇരിപ്പാത്.
ഇയാളറിയോ? കാവുംപുരക്കലെ നാരായണന്റെ മോനാ രമേശൻ. രമേശൻ വന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാ. നമ്മൾ അമ്മുക്കുട്ടിനെ കെട്ടാൻ രമേശൻ ഒരു മോഹമുണ്ട്. ഇത് എന്റെയും കൂടി ഒരു വാശിയാ. മാധവൻകുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ തോക്കരുത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് നമ്മളെ നസീബാന്ന് കൂട്ടിക്കോലി. നിശ്ചയിച്ച സമയത്ത് തന്നെ കല്യാണം നടത്തി അവരുടെ പറ്റൊന്ന് ഒതുക്കണം. അക്കാര്യം എനിക്ക് വിട്ടരുത്. എന്റെ വീട്ടുകാരല്ല, ഞാൻ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകണം. വാക്ക്. ഇനി ഒന്നും ആലോചിക്കണ്ട. വേഗം ചെന്ന് മാസ്റ്ററോട് പറഞ്ഞ് വേണ്ട കാര്യം താൻ ചോർപ്പിച്ചോളി. ഇക്കിങ്ങോട് വാ. ആയിക്കോട്ടെ, നമ്മളെപ്പോഴും റെഡിയല്ലേ? വാ. നീ എന്തേ കാണിക്കാൻ പോണത്? എന്റെ കർമ്മത്തളിച്ച അവളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്?